Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ കലുഷിതമായി തുടരുകയാണ് ലോക്സഭ. വൻ നേട്ടമെന്നാണ് ഭരണപക്ഷം ആഘോഷിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയപ്പെടുത്തിയാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് കരാറിന് സമ്മതിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഥവാ ഇന്ത്യ യുഎസിന് മുന്നിൽ കീഴടങ്ങിയെന്ന് പ്രതിപക്ഷം. പ്രധാനമന്ത്രിയെ മാലയിട്ട് സ്വീകരിച്ച NDA കരാറിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല. തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദി എന്നതിനപ്പുറം ഒരു വാക്കും പ്രധാനമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. അമേരിക്ക മോദിയെ ഭയപ്പെടുത്തിയാണ് കരാർ യാഥാർത്ഥ്യമാക്കിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കരാർ സംശയകരമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്ന് അത്ഭുതകരമായ കാര്യം, ഭരണപക്ഷം ഒന്നടങ്കം നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തെ, നയതന്ത്ര ചാരുതയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. പ്രതിപക്ഷം ശക്തമായ ആക്രമണമാണ് നടത്തിയത്. സഭയിൽ പക്ഷേ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം പോലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. ആകെ ട്രംപ് പറഞ്ഞ കാര്യങ്ങളെ നമുക്കറിയൂ. അത് തന്നെ ശരിവച്ചിരിക്കുകയാണ് മോദി. പീയൂഷ് ഗോയലാണെങ്കിലും ശരി, അശ്വിനി വൈഷ്ണവാണെങ്കിലും ശരി, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുമപ്പുറം ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. സംശയകരമാണ്. ഈ സംശയകരമായ സാഹചര്യം കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഉള്ളത് എന്നുള്ളതാണ്. മോദി ട്രംപ് ബന്ധം അത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരാൾ വിധേയനും ഒരാൾ വിധേയനാക്കാൻ നിൽക്കുന്നവനുമാണോ എന്ന രൂപത്തിൽ ആ രൂപത്തിലാണ് ബന്ധം നിൽക്കുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കാലത്തും ഇന്ത്യ സ്വീകരിക്കാത്തൊരു കാര്യമാണ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മോദി അവിടേക്ക് പോയത്. അബ് കി ബാർ ട്രംപ് സർക്കാർ എന്നുള്ള പ്രചാരണത്തിന് അവിടെ പോകുന്നു. അന്ന് തുടങ്ങിയ ബന്ധം ഒരു വിധേയത്വത്തിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോൾ പല കരാറുകളും ഇന്ത്യയെ കുറേ പുകഴ്ത്തി ട്രംപ് നടത്തും. അതിനുശേഷം ട്രംപ് ചില കാര്യങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കും. അത് അംഗീകരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാകുന്നു. ആ രൂപത്തിൽ പോകുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യം നോക്കൂ. ആ വിഷയത്തിലടക്കം ഞാൻ പറഞ്ഞിട്ടാണ് വെടിനിർത്തൽ നടപ്പാക്കുന്നതെന്ന് പറയുകയാണ്. നമ്മളെ വല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന എത്ര പ്രതികരണങ്ങൾ ഇതിനകം തന്നെ ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ളതാണ്. നല്ല ബന്ധമാണ്, സഹോദര ബന്ധമാണ് എന്ന് പറയുമ്പോഴാണ് ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചത്, അല്ലേ? രാജ്യം ഇതുവരെ കാണാത്ത സാഹചര്യങ്ങളാണ്. നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ വൻ ശക്തികളുമായുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ നിൽക്കുന്ന ഒരു ന്യൂട്രലായ നിലപാടുണ്ട്. നമ്മുടെ അധികാര പരിധിയിലേക്ക് കടന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ആർക്കും നടത്താൻ പറ്റാത്ത വിധത്തിലാണ് ഇതുവരെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ട്രംപ് വന്ന ശേഷം ട്രംപ് എന്താ പറയുക, ഒരു ഭ്രാന്തൻ എന്ന രൂപത്തിൽ പല കാര്യങ്ങളിലും പ്രതികരിക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടേതായ ഒരു രീതികളുണ്ടായിരുന്നു. ആ രീതിയിൽ നിന്നും വ്യത്യസ്തമാകുന്നുണ്ട് പല കാര്യങ്ങളും. ഒരു വിധേയത്വം വരുന്നത്, ആ വിധേയത്വം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയം സ്വാഭാവികമായിട്ട് വരും. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ അമേരിക്ക ബന്ധം ആദ്യം തീരുവയായിരുന്ന റഷ്യയുമായി കരാർ ഒപ്പിടുമ്പോഴാണല്ലോ. അപ്പോൾ ആദ്യം 2025 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരം തീരുവ ഏർപ്പെടുത്തിയത്. പിന്നീട് അടുത്ത ഘട്ടമാകുമ്പോഴേക്കും പിന്നീട് കൂട്ടുന്നു. പിന്നീട് 25 കൂടി കൂട്ടുകയാണ്. 50% ആക്കുന്നു, അല്ലേ? 50% ആക്കുന്നു. 50% ആക്കിയ ശേഷം പിന്നീട് ഒരു പ്രഖ്യാപനവും ഇല്ലാതെ പെട്ടെന്ന് ട്രംപാണ് പ്രഖ്യാപിക്കുന്നത്. റഷ്യയുമായുള്ള കരാർ ഇന്ത്യ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പറയുകയാണ് വെനസ്വേല. ഇപ്പോൾ വെനസ്വേലയിലെ പ്രസിഡന്റിനെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം വെനസ്വേലയുടെ അധികാരം ഞാനാണ് അവിടുത്തെ അധികാരി എന്ന് പറയുന്നു. അപ്പോൾ വെനസ്വേലയുമായിട്ടുള്ള കരാർ ഇന്ത്യക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്താണ് പറയുന്നത്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഈ രൂപത്തിൽ ആ പ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എക്സിൽ എന്താണ് പ്രതികരിച്ചത്? ഡീൽ ഉണ്ടായി എന്നല്ല പ്രതികരിച്ചത്, നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനുള്ള നന്ദിയാണ് എന്ന് സ്വാഭാവികമായും സംശയിക്കാം. ആ നന്ദി എന്തെങ്കിലും കാര്യങ്ങളിലുള്ള ഭീഷണിപ്പെടുത്തലായിട്ടാണോ എന്ന് സംശയിക്കാം. ഇന്നിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന ഫയലുകൾ, അതായത് ഒരു ബില്യണയറാണ്, അയാളിപ്പോൾ ജയിൽ കിടക്കുകയാണ്, ലൈംഗിക കുറ്റവാളിയാണ്. അയാൾ കൊണ്ടുവന്ന കുറെ ഫയലുകളുണ്ട്. അതിൽ പല പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ടും ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങളൊക്കെ തന്നെയും ആരുടെ അടുത്താണുള്ളത്? ട്രംപിന്റെ പക്കലാണുള്ളത്. ആ രഹസ്യങ്ങളിൽ പലതും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ആൻഡ്രൂ രാജകുമാറിന്റെ അടക്കമുള്ള വിവരങ്ങൾ. പല രാജ്യത്തെ ബിൽ ഗേറ്റ്സിന്റെ അടക്കം ഈ ഇങ്ങനെയുള്ള ബില്യണറുകളുടെ മാത്രമല്ല, അല്ലാതെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടും ചിലർ രാജിവെച്ച വാർത്ത കൂടി നമ്മൾ വരികയാണ്. അവിടെയാണ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട വിവരവും അറിയാതെ പുറത്തു വന്നിട്ടുണ്ട്. അതും സെക്ഷൽ ആരോപണമാണ്. ആ വിവരവും പുറത്തു വരുന്നു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ മോദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത്
മോദിയുമായി അനിൽ അംബാനി ബന്ധപ്പെട്ടു. അനിൽ അംബാനി ഈ പറയുന്ന എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമന്ത്രിയുടെ റോള് പറയുന്നുണ്ട്. ആ കാര്യങ്ങളിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആരോപണമാണ്. പല തരത്തിലും പ്രധാനമന്ത്രിയുമായി പറയുന്നത് രാഷ്ട്രീയ പരാമർശം 2017 അനിൽ അംബാനിക്ക് അയച്ച ഇമെയിലിലെ പരാമർശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്രയേൽ സന്ദർശിച്ചത് ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് പറയുന്നത്. ഇസ്രയേലുമായിട്ടും ഇന്ത്യയുടെ ബന്ധം ഏത് രൂപത്തിൽ ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ട്രംപ് നിർദ്ദേശിച്ചിട്ടാണോ ഇസ്രയേൽ ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തുന്നത്? അതായത് പശ്ചിമേഷ്യയിൽ അത്രയും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അതിൽ പ്രതികരിക്കാതെ, പല ഘട്ടങ്ങളിൽ നമ്മൾ പ്രതികരിച്ചില്ല. ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴും ഇന്ത്യ എല്ലാ ഘട്ടത്തിലും അതിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രതികരിക്കാതെ ഇസ്രയേലിന് നിശബ്ദമായി അവർക്കൊപ്പം നിൽക്കുന്ന സമീപനം പല ഘട്ടങ്ങളായി നിർത്തുന്നു. നമ്മുടെ രാജ്യത്തിനകത്ത് പലപ്പോഴും അതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് അതിന് ഇടയാക്കിയിരിക്കുന്ന കാര്യം? ഇനി ഈ കാര്യത്തിനപ്പുറമുള്ള വിവരങ്ങളുണ്ടോ? അത് പുറത്തു വരാതിരിക്കാനാണോ എന്ന ചോദ്യമാണ് വരുന്നത്. ഈ എപ്സ്റ്റീൻ ഫയലുമായുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അത് അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അസംബന്ധം എന്ന് പറയുന്നതിനപ്പുറം അത് പരിശോധിക്കുന്ന രൂപത്തിലേക്ക് പോയിട്ടുണ്ടോ? അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും സംശയകരമായ കാര്യമാണ്. അങ്ങനെ ഇവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്തതാണോ ഈ കരാർ എന്നുള്ളതാണ്. ഇനി പറയുന്ന കോടികളുടെ കണക്ക് വരുമ്പോൾ എത്ര കോടിയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള തീരുമാനം കോടികളുടേതാണ്. ആ കോടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 45 ലക്ഷം കോടി, അതായത് ഈ കേന്ദ്ര ബജറ്റിന് 85% വരിക. അപ്പോൾ അത് ഈ അമേരിക്കൻ ഊർജ്ജോൽപ്പന്നങ്ങൾ, ടെക്നോളജി, കാർഷികോൽപ്പന്നങ്ങൾ, കൽക്കരി, അവരുടെ എല്ലാ സംഭവങ്ങളും ഇവിടേക്ക് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗുണം നോക്കിയിട്ടാണില്ല, അവർ ഡംപ് ചെയ്യാനുള്ള ഇടമായി നമ്മുടെ രാജ്യത്തെ മാറ്റുകയാണ്. അപ്പോൾ നമ്മളിവിടെ 45 ലക്ഷം കോടി അത് അമേരിക്ക എപ്പോഴും പറയുന്നതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെ, മേക്ക് ഇൻ ഇന്ത്യ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ആത്മനിർഭർ ഭാരത് ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മുഴുവൻ നാടകീയമാണ്. ഇപ്പോൾ മോദിയെ ഭയങ്കരമായി പ്രശംസിച്ചുകൊണ്ട് മാലയിട്ടുകൊണ്ട് കൊടുക്കുന്ന ആ സ്വീകരണം, അതിലൊരു നാടകം നമ്മൾ കാണുന്നുണ്ട്. ആ സ്വീകരണത്തിന് ശേഷം ഇന്ന് മന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നിട്ട് പ്രതിപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചിങ്ങനെ വിമർശനങ്ങൾ പറയുന്നതല്ലാതെ കരാറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കോട് എന്താണ് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം? ഈ കരാറിലെ കാര്യങ്ങൾ വിശദീകരിക്കണം. എന്തുകൊണ്ട് ഈ കരാർ, അതായത് റഷ്യയുമായുള്ള കരാർ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അമേരിക്കയുമായ കരാറിലേക്ക് പോയി, അത് വിശദീകരിക്കേണ്ടതുണ്ട്. അത് വിശദീകരിക്കുന്നതിന് പകരം അവിടെ അതിനെ എതിർക്കുന്ന പ്രതിപക്ഷ എംപിമാരെ പുറത്താക്കിയോണ്ടായില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനാവാത്ത വിധമാണ് എംപിമാരെ പുറത്താക്കിയിരിക്കുന്നത്. ഈ സമ്മേളനക്കാരിൽ പക്ഷേ ഇതിലൊരു വ്യക്തത സർക്കാർ വരുത്തിയില്ല എങ്കിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വരും. പ്രതിപക്ഷം ആ കാര്യങ്ങൾ പുറത്തും അകത്തുമൊക്കെ പറയുക തന്നെ ചെയ്യും. കരാർ സംശയകരമോ എന്നുള്ളതാണ് ചോദ്യം. അല്പസമയം മുമ്പാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഉടൻ പ്രതീക്ഷിക്കാമെന്ന്. ഇതുവരെയും ആധികാരികമായൊരു വിവരം നമുക്കറിയില്ല. എന്താണ് ഈ ഇൻഡോ US പുതിയ കരാറിലുള്ളത്? അത് നമ്മളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ എങ്ങനെ ബാധിക്കും? ഒരു വിവരവും നമുക്കറിയില്ല. കരാർ സംശയകരമോ എന്നാണ് ചോദ്യം. ഇന്ത്യയുടെയും US-ൻ്റെയും. നമുക്കൊപ്പം സുനിൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. ഞാൻ സുനിലേക്ക് വരാം. കരാർ സംശയകരമാണ് എന്ന് മാത്രമല്ല, ഒട്ടേറെ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഈ കരാർ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ പാർലമെൻറ്റ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയയ്ക്കും ഈ എക്സിനും താഴെയാണോ എന്നുള്ളതാണ്. നമ്മളുടെ ഇന്ത്യൻ പാർലമെൻറ്റ് മസ്കിൻ്റെ സാമൂഹിക മാധ്യമത്തിനും താഴെയാണോ നമ്മളെ സംബന്ധിച്ച്? ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, നമ്മുടെ രാജ്യത്തിന് പരമാധികാരം എന്നൊന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ എന്നു മുതലാണ് വിദേശത്തുനിന്നൊരു പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയത്? 3ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയുടെ ശക്തമായ ആ വിദേശ നയം ഇപ്പോൾ ആർക്ക് നമ്മൾ പണയം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 4ാമത്തെ ചോദ്യം, ട്രംപിൻ്റെ ഭയം എന്തിനോട് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ 4 സംശയങ്ങളാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ മുന്നിലുള്ളത്. അതിലാദ്യത്തിലേക്ക് വന്നാൽ, നമ്മുടെ പാർലമെൻറ്റ് ഈ മസ്കിൻ്റെ എക്സിന് കീഴെയാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയും US-ഉം തമ്മിൽ ഈ പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ച വിവരം നമ്മൾ അറിഞ്ഞത്? ആരാണ് നമ്മളെ ഇത് അറിയിക്കുന്നത്? നമ്മളതിൻ്റെ ഒരു സമയക്രമം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയിലുള്ള അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ ഒരു സാമൂഹിക മാധ്യമത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ചർച്ച നടന്നു എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുന്നു, എക്സിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ വിവരം നമ്മളെല്ലാവരും അറിയുന്നു. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയും പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പീയൂഷ് ഗോയലും അശ്വിനി ഘോഷവും ഇന്ത്യയിലുള്ള
US-ന്റെ അമേരിക്കയിലുള്ള ഇന്ത്യൻ സ്ഥാനപതി വിനയ് ഖത്രയും അടക്കമുള്ളവരും അത് സ്ഥിരീകരിക്കുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ, മോദിയും ട്രംപും തമ്മിൽ അരമണിക്കൂർ സംഭാഷണം നടത്തിയെന്നും ആ സംഭാഷണം നടത്തിയത് ഒരു പുതിയ കരാറുമായി ബന്ധപ്പെട്ടാണെന്നും ആ കരാറ് നിലവിൽ വരുന്നു എന്നുള്ളതും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഈ പിഴത്തീരുവ 50% നിന്ന് 18% കുറച്ചു എന്നുള്ള വിവരം ഇന്ത്യ രാജ്യം അറിയുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ഒരു സാമൂഹിക മാധ്യമത്തിലൂടെയാണ്, അത് എക്സിലൂടെയാണ്. ഇലോൺ മസ്കിന്റെ എക്സിലൂടെ വേണമോ ഇന്ത്യ അതറിയാൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ കാര്യം ഇന്ത്യ അറിയേണ്ടത് ട്രംപ് പറഞ്ഞാണോ അതോ ഇന്ത്യയിലുള്ള അമേരിക്കൻ സ്ഥാനപതി പറഞ്ഞാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ പ്രധാനമന്ത്രിയുണ്ട്, അവിടെ വിദേശകാര്യമന്ത്രി 2-ാം തീയതി ഇന്നലെയാണ് അമേരിക്കയിലേക്ക് ക്രിട്ടിക്കൽ മിനറൽസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതുവരെ പാർലമെന്റിൽ സന്നിഹിതരായിരുന്നു. അവർ പറയേണ്ട മറുപടി അത് പറയാതെ, പാർലമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പാർലമെന്റിൽ ചെയ്യാതെ, പാർലമെന്റിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ പാർലമെന്റിൽ അറിയിക്കാതെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണോ ഇത്രയും തന്ത്രപ്രധാനമായ കരാറിനെ കുറിച്ചുള്ള വിവരം ഇന്ത്യൻ ജനത അറിയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആത്മനിർഭർ അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ജയറാം രമേശിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ട്രംപ് നിർഭരമാണ്. ട്രംപ് നിർഭരമാണ് ഇപ്പോഴത്തെ ഭാരതം എന്ന് പറയേണ്ടി വരും. ആത്മനിർഭറിനെ നമ്മൾ മാറ്റി എഴുതി ട്രംപ് നിർഭർ എന്ന് എഴുതേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. ഇയാൻ ബ്രമ്മർ എന്ന് പറയുന്ന ഒരു ഭൗമരാഷ്ട്രീയ വിദഗ്ധൻ പറയുന്ന ഒരു വാചകമുണ്ട്. എന്തെന്ന് വെച്ചാൽ, നരേന്ദ്രമോദി ജനപ്രിയനായിരിക്കാം, പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായി കാര്യങ്ങൾ നയിക്കുന്നത് ജനപ്രിയനായ നരേന്ദ്രമോദിയല്ല, പകരം അൺപോപ്പുലറായ അപ്രിയനായ ഡൊണാൾഡ് ട്രംപാണ്. പറയുന്നത് ഭൗമ നിരീക്ഷകനായ ഇയാൻ ബ്രമ്മറാണ്. ഒരർത്ഥത്തിൽ അത് ശരിവച്ചിരിക്കുകയല്ലേ? ഇന്നിപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള വിവരം ഒരു സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തുവിട്ട ഡൊണാൾഡ് ട്രംപും അത് ശരിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും യഥാർത്ഥത്തിൽ പൊന്തന്മാട സിനിമയല്ലേ നമ്മളിപ്പോൾ വിധേയനായി നിൽക്കുന്ന ഒരു തുമ്പിക്കുഞ്ഞിനെയല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കരാറിൽ ഈ സാഹചര്യത്തിൽ ഒപ്പിട്ട് ഇങ്ങനെ വിവേചനപരമായ ഒരു കരാറിൽ ഇപ്പോൾ എത്തി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? സ്ട്രാറ്റജിക്കലായി, തന്ത്രപ്രധാനമായും സാമ്പത്തികമായും നയതന്ത്രപരമായും നമ്മളിപ്പോൾ ഏറെക്കുറെ മെച്ചപ്പെട്ട നിലയിലായിരുന്നില്ലേ? നോക്കൂ, ഈ യൂറോപ്യൻ യൂണിയനുമായി നമ്മൾ കരാർ ഒപ്പുവെച്ചു. അതിൻ്റെ ഭവിഷ്യത്ത് വേറൊരു രീതിയിൽ വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 18 വർഷമായി ഇന്ത്യ ഒപ്പിടാത്ത യൂറോപ്യൻ യൂണിയനുമായിട്ട് മദർ ഓഫ് ഓൾ ഡീൽസ് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായി നല്ല ബന്ധം, UK യുമായിട്ട് നല്ല ബന്ധം, ന്യൂസിലൻഡുമായിട്ട് കരാർ ഒപ്പിട്ടു, ഒമാനുമായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടു, കാനഡയിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണി വരാൻ പോകുന്നു. ഇങ്ങനെ അന്താരാഷ്ട്ര ബന്ധത്തിൽ ഇന്ത്യ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ അന്താരാഷ്ട്രീയം ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ സമസ്തവും സമർപ്പിച്ചുകൊണ്ട് കീഴടങ്ങിയിരിക്കുന്നത് എന്ന മട്ടിൽ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ അറിയിക്കേണ്ട വിഷയം പാർലമെന്റിലല്ല ചർച്ച ചെയ്യുന്നത്, പാർലമെന്റിലല്ല അറിയിക്കുന്നത്, പകരം അതൊരു സാമൂഹിക മാധ്യമത്തിലൂടെയാണ് എന്നുള്ളത് ആദ്യത്തെ പ്രധാനപ്പെട്ട സംശയം. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു? നമ്മുടെ പാർലമെന്റ് മസ്കിന്റെ എക്സിന് കീഴെയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ രാജ്യത്തിൻ്റെ പരമാധികാരം, സോവറിറ്റി, അത് നമ്മൾ പണയം വെച്ച് കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുന്ന വ്യാപാര കരാറിൽ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിരിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ആര് തീരുമാനമെടുത്തിരിക്കുന്നു? ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുത്തിരിക്കുന്നു. അഥവാ ഇന്ത്യ അനുസരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. 1, ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങില്ല. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന തീരുമാനം നമ്മൾ അറിയിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ചില പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. എപ്പോൾ? 1, ഡൊണാൾഡ് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ. പക്ഷേ ഇന്ത്യ തന്ത്രപരമായി, സാമ്പത്തികമായി, വാണിജ്യപരമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നോ? ഇന്ത്യൻ പാർലമെന്റ് അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഇനി മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല. 2, എല്ലാ തീരുവ ഇതര പ്രതിബന്ധങ്ങളും പൂജ്യമാകും. താരിഫ്, നോൺ താരിഫ് ബാരിയേഴ്സ് പൂജ്യമാകും. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്ത് സാധനം ഇറക്കുമതി ചെയ്താലും അതിൻ്റെ ബാരിയേഴ്സ്, താരിഫ് എന്ന് പറയുന്നത് പൂജ്യമാകും എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി പൂജ്യമാവുകയും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 18% നികുതിയാവുകയും ചെയ്യും. ഇതെന്തേർപ്പാടാ? ആ ഏർപ്പാടല്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിപണി അമേരിക്കയ്ക്ക് മുന്നിൽ ഇങ്ങനെ മലർക്ക് തുറന്നു വയ്ക്കുകയും ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് 18% നികുതി അമേരിക്ക ഏർപ്പെടുത്തുകയും ചെയ്യുന്ന കരാർ. ആ കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ടോ? ആ കരാർ ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചിട്ടുണ്ടോ?
സമ്മതിച്ചു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അന്തിമ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ജാമിയസൺ ഗ്രീർ ഇപ്പോൾ CNBC-ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്. ഡീൽ പേപ്പറിലായിട്ടില്ല, അത് തത്വത്തിലായിട്ടേ ഉള്ളൂ അത്രേ എന്നുള്ളതാണ് ഇപ്പോൾ ജാമിയർ ഗ്രീർ പറയുന്നത്. പക്ഷേ എങ്കിലും ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയുടെ വിപണി തുറന്നു കൊടുക്കുക, പകരം അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോൾ 18% നികുതി. അതെന്ത് ഏർപ്പാടാണ്? ഇത് യഥാർത്ഥത്തിൽ വിവേചനപരമായ ഒരു കരാറായി മാറില്ലേ? മൂന്നാമത്തത് അതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, 2024 നമ്മുടെ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോഴാണ് നമ്മളുടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന്റെ കരുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും പറഞ്ഞു തന്നെ പോകണം. $586 ബില്യൺ ആയിരുന്നു 2024 നമ്മുടെ ബഡ്ജറ്റിന്റെ ആകത്തുക. എന്നാൽ അതിൽ $220 ബില്യൺ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിലൂടെയാണ് നമ്മൾ നേടിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ മികച്ച ട്രേഡ് പാർട്ട്ണറാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഫോറിൻ ട്രേഡ് നിലനിർത്തുന്ന കാര്യത്തിൽ, ട്രേഡ് ബാലൻസ് നിലനിർത്തുന്ന കാര്യത്തിൽ അമേരിക്കയിലേക്ക് ഇന്ത്യ സാധനങ്ങൾ കയറ്റി അയച്ചേ മതിയാകൂ. മറ്റുള്ള ലോകരാജ്യങ്ങളിൽ ഇങ്ങോട്ടാണ് ഇറക്കുമതിയെങ്കിൽ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായ ബന്ധം നമ്മൾ നിലനിർത്തണം. പക്ഷേ നോക്കൂ, ഇപ്പോൾ എന്താ കരാറിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ 45.5 ലക്ഷം കോടി രൂപയുടെ ഏകദേശം 50,000 കോടി $ന്റെ ഉൽപ്പന്നങ്ങൾ, ഏതൊക്കെ മേഖലയിൽ? ഊർജ്ജ മേഖലയിൽ, കൽക്കരി മേഖലയിൽ, ടെക്നോളജി മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുള്ളതാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 53.45 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ്. അതിൻ്റെ 83% വരും ഇത്. എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം ഇന്ത്യയുടെ ബഡ്ജറ്റിൻ്റെ 85% വരുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ 0% ഇറക്കുമതി ചെയ്യണം. അത് 2030 കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്ത് നീതിയാണ് ഇതിൽ ഉണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പൂർണ്ണമായും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു കരാറായി വ്യാഖ്യാനിക്കപ്പെടാൻ ഈ കണക്ക് തന്നെ ധാരാളമല്ലേ? ഇതും പറയുന്നത് ആരാ? ഡൊണാൾഡ് ട്രംപ്. തീർന്നില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് മാത്രമല്ല, ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണം എന്നുകൂടി ട്രംപ് പറഞ്ഞു. ഇന്ത്യ അതനുസരിച്ചു എന്നാണ്. പകരം കഴിഞ്ഞ 6 വർഷമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല. എന്താ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാത്തതിൻ്റെ കാര്യം? അതും ഈ ട്രംപ് തന്നെ. കാര്യം അവിടെ നിക്കോളാസ് മഡൂറോ, അമേരിക്കയെ അംഗീകരിക്കാത്ത നിക്കോളാസ് മഡൂറോയുള്ള വെനിസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല. പക്ഷേ ഇപ്പോൾ നിക്കോളാസ് മഡൂറോയെ ആ രാജ്യത്ത് പോയി പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിക്കോളാസ് മഡൂറോയുടെ വെനിസ്വേലയിൽ നിന്ന് എണ്ണ അമേരിക്കയ്ക്ക് കൊടുക്കുന്നു. ആ അമേരിക്കയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങുന്നു. അഥവാ വെനിസ്വേലയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങാം എന്ന് ട്രംപ് പറയുന്നു. വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് ട്രംപ് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു. ഇനി 6 വർഷത്തിനു ശേഷം വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാമെന്ന് പറയുന്നു, അപ്പോഴും നമ്മൾ അനുസരിക്കുന്നു. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഈ രാജ്യത്തിൻ്റെ പരമാധികാരം, സൊവറിറ്റി നമ്മൾ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിന്റെ കാൽക്കൽ കൊണ്ടുപോയി വയ്ക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. മൂന്നാമത്തത്, നമ്മുടെ വിദേശ നയം എന്തിനീ നമുക്ക് പറയാൻ കഴിയുമോ? ഇതിപ്പോൾ ഇയാൻ ബ്രമ്മറിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇത് തീരുമാനിക്കുന്നത് US പ്രസിഡന്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ചേരിചേരാ നയം? ഇന്ത്യയുടെ കോൾഡ് വാർ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 തട്ടുകളിലായി ശീതയുദ്ധം നടത്തുന്ന സമയത്ത് ഇന്ത്യ ചേരിചേരാ നയത്തിലൂടെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന രാജ്യമാണ്. നെഹ്റുവിൻ്റെ പിന്തുണയിൽ, നെഹ്റുവിൻ്റെ പിൻഗാമികളെന്ന് നമ്മൾ ലോകത്തിൻ്റെ തലമുറയ്ക്ക്, ലോകത്തിന് മുന്നിൽ വളരെ ശിരസ് ഉയർത്തി നിന്ന സമയമാണ്, നെഞ്ചു വിരിച്ചു നിന്ന സമയമാണ്. നമ്മൾ ഒരു പക്ഷവും ചേർന്നില്ല. സോവിയറ്റ് യൂണിയനോട് ഒരു ചെറിയ അനുഭാവം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചേരിചേരാ നയം അങ്ങനെ തന്നെ പുലർത്തിപ്പോന്നിരുന്നവരാണ്. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ചേരിചേരാ നയം, നമ്മുടെ നോൺ അലൈൻമെൻ്റ് എല്ലാം നമ്മൾ കളഞ്ഞു. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിച്ചോ? ഏറ്റവും ഒടുവിൽ ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക കണ്ണുവെച്ചു. ഇന്ത്യ ഒരക്ഷരം മിണ്ടിയില്ല, മൗനമായിരുന്നു ഇന്ത്യക്ക്. വെനിസ്വേലയിൽ പോയി നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും രാജ്യത്തിനുള്ളിൽ കയറി അമേരിക്ക രായ്ക്കു രാമായണം കടത്തി അമേരിക്കയിൽ കൊണ്ടുപോയി ജയിലിലിട്ടു. ഇന്ത്യ പ്രതികരിച്ചോ? ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറുന്നതിനെതിരെ, അധിനിവേശത്തിനെതിരെ ഇന്ത്യ ഒരു വാക്കും മിണ്ടിയോ? മൗനമായിരുന്നില്ലേ? പാലസ്തീനിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയപ്പോൾ ഇന്ത്യ ഒരു അക്ഷരം മിണ്ടിയോ? ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ UN സമാനമായ ഒരു ബദൽ UN പോലെ US കടന്നു കയറി കമ്പോളം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇന്ത്യ ഒരക്ഷരം മിണ്ടിയോ? ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പടക്കപ്പലുകൾ പുറപ്പെടുമ്പോൾ ഇന്ത്യ ഒരക്ഷരം മിണ്ടിയോ? അവിടെയും നമ്മൾ മൗനമായിരുന്നില്ലേ? നമ്മളുടെ വിദേശ നയം നമ്മൾ എന്തിന്, ആർക്ക്, എപ്പോഴാണ് അടിയറ വെച്ച് തുടങ്ങിയത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തത്, എന്താണ് ആ എപ്സ്റ്റെയിൻ ഫയലുകളിലുള്ളത് എന്നുള്ളതാണ്. ജെഫ്രി എപ്സ്റ്റെയിൻ ഫയലുകളിലുള്ളത് എന്താണ്? നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് 2017 ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണോ ഇസ്രായേലിലേക്ക് നരേന്ദ്രമോദി പോയത്? അവിടെ ആടിപ്പാടി എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റെയിൻ്റെ ഫയലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതൊരു പൗരൻ എന്ന നിലയിൽ ഒട്ടും സ്വസ്ഥത നൽകുന്ന ഒന്നല്ല. അതിലും
ഇപ്പോഴും ദുരൂഹതകൾ ഏറെയായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണ് എപ്സ്റ്റൈനുമായിട്ടുള്ള ബന്ധം? എന്താണ് എപ്സ്റ്റൈൻ ഫയലിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വരാൻ ഇടയായ സാഹചര്യം? എന്തിനാണ് ഇസ്രായേലിൽ അന്ന് പ്രധാനമന്ത്രി പോയത്? അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ ഒരു ആത്മനിർഭർ ഭാരതല്ല, പകരം ഒരു ട്രംപ് നിർഭർ ഭാരതാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. ഇൻഡോ യു എസ് കരാർ സംശയകരമോ എന്നാണ് ചോദ്യം. പി ആർ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പി ആർ സുനിൽ, സംശയകരമോ ഇൻഡോ യു എസ് വ്യാപാര കരാർ? ഈ കരാർ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയ കരാറാണെന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി, ഇന്ത്യയിലെ വ്യവസായികൾക്ക് വേണ്ടി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ഉണ്ടാക്കിയ കരാറാണോ, അതോ അമേരിക്കയിലെ കർഷകർക്കും വ്യവസായികൾക്കും വേണ്ടി ഇത് ഡൊണാൾഡ് ട്രംപ് മോദിയുമായി ഉണ്ടാക്കിയ കരാറാണോ എന്നതാണ് ചോദ്യം. ഈ കരാറിൻ്റെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയത് പരിശോധിച്ചാൽ ഈ കരാറിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഗുണം ലഭിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്, അത് ഇന്ത്യക്കല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്ന് അമേരിക്കയിലെ കാർഷിക സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അമേരിക്കൻ ഗ്രാമങ്ങളിലേക്ക് പണം എത്താൻ പോവുകയാണ്, ഇന്ത്യയിൽ നിന്ന് പണം ഒഴുകാൻ പോവുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്ന എത്രയാണെന്നറിയോ? $500 ബില്യൺ വ്യാപാരം ഇന്ത്യ അമേരിക്കയുമായി നടത്താൻ പോകുന്നു എന്നതാണ്. $500 ബില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 43-44 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ അത്രയും കോടി രൂപയുടെ വ്യാപാരം ഇന്ത്യ അമേരിക്കയുമായി നടത്താൻ പോകുന്നു. അമേരിക്കയിൽ നിന്ന് അത്രയും ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്നതാണ്. നമുക്ക് WTOന്റെ ധാരണയനുസരിച്ച്, റൂൾസ് അനുസരിച്ച് ഈ വികസിത രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള ഈ സമ്പന്നമായ രാഷ്ട്രങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യ പോലുള്ള വികസ്വര രാഷ്ട്രങ്ങളെ താരിഫുകൾ ചുമത്തി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായ ചട്ടം ആഗോളതലത്തിൽ നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരു ചട്ടപ്രകാരമാണ് അമേരിക്കയൊക്കെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയത്. പക്ഷേ ട്രംപ് വന്നപ്പോൾ എന്താ ചെയ്തത്? ട്രംപ് ആദ്യം തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഉയർന്ന താരിഫ് ചുമത്തി. അങ്ങനെയാണ് ഇന്ത്യക്ക് മേൽ 25% താരിഫ് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ താരിഫിലാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് 1%, 2%, 3%, അങ്ങനെ 10-ൽ താഴെ ശതമാനം താരിഫിലാണ് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അമേരിക്കയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഏറ്റവും അധികം ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ആകുന്നത്? ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏതാണ്ട് 18 മുതൽ 20% ഉൽപ്പന്നങ്ങളും പോകുന്നത് അമേരിക്കയിലേക്കാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ ഈ ഇറക്കുമതി തീരുവ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോയത്. അതിനേറ്റ വലിയ പ്രഹരമായിരുന്നു ആദ്യത്തെ 25% താരിഫ് എന്നത്. തൊട്ടു പിന്നാലെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന കാരണം പറഞ്ഞ് ഇതാ ഒരു 25% കൂടി ഒരു താരിഫ് ചുമത്തുന്നു. അങ്ങനെ 50% താരിഫായി. ഇന്ത്യയുടെ കയറ്റുമതിയുടെ നട്ടെല്ലൊടിഞ്ഞു, സമ്പദ്ഘടനയാകെ പ്രതിസന്ധിയിലായി, രൂപയുടെ മൂല്യമിടിഞ്ഞു. അപ്പോൾ വലിയ പ്രതിസന്ധിയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അപ്രതീക്ഷിതമായി ട്രംപ് പ്രഖ്യാപിക്കുന്നു, ഇതാ 18% താരിഫായി ഇന്ത്യയുടെ താരിഫ് നിശ്ചയിച്ചിരിക്കുന്നു. ഇനി അമേരിക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് നോ ടാക്സ്, ഒരു തീരുവയുമില്ലാതെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തീരുമാനമായിരിക്കുന്നു എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. തൊട്ടു പിന്നാലെ മോദി ആ പ്രഖ്യാപനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, നന്ദി അറിയിക്കുന്നു, ട്രംപിനെ മൈ ഡിയർ ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതുവരെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. നമുക്ക് അമേരിക്കയിൽ നിന്ന് തീരുവയില്ലാതെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും എന്നാണല്ലോ ഇപ്പോൾ ട്രംപ് പറയുന്നതനുസരിച്ച് വരാൻ പോകുന്ന തീരുമാനം. ഇതുവരെ ഈ കരാറിന്റെ പൂർണ്ണരൂപം കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തിയിട്ടേയില്ല. അമേരിക്കയിൽ നിന്ന് തീരുവയില്ലാതെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ ഉണ്ടാകുന്ന ആഘാതം എന്താണ്? അപ്പോൾ കയറ്റുമതി തകർന്നു. കയറ്റുമതി ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. 18% തീരുവ എന്ന് പറയുന്നത് തന്നെ കയറ്റുമതി രംഗത്തെ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണോ 25% തീരുവ കയറ്റുമതിയുടെ നട്ടെല്ലൊടിച്ചത്, അതിനി തുടരുമെന്നർത്ഥം. അപ്പോൾ ഇനി ഇറക്കുമതിയുടെ കാര്യം പരിശോധിക്കാം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം മാത്രം എടുക്കാം. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് കോട്ടൺ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കർഷകർ ആത്മഹത്യ ചെയ്ത ബെൽറ്റ് എന്ന് പറയുന്നത് കോട്ടൺ ബെൽറ്റാണ്. അത് മഹാരാഷ്ട്രയിലെയും ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും തമിഴ്നാട്ടിലെയും. കഴിഞ്ഞ 2013 ഞാൻ അതിൻ്റെ കണക്കിലേക്ക് പിന്നീട് വരാം. രണ്ടാമത്തെ ഒരു മേഖലയാണ് സോയാബീൻ എന്ന് പറയുന്നത്. ഈ 2 ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ 2 ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് തീരുവയില്ലാതെ വന്നാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്നത്? ഇന്ത്യയിലെ കർഷകന് ഒരു വർഷം സർക്കാരിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി എന്ന് പറയുന്നത് വെറും 6000 രൂപയാണ്. അമേരിക്കയിലെ ഒരു കർഷകന് ഒരു വർഷം കിട്ടുന്ന സബ്സിഡി എത്രയാണെന്നറിയോ? $60,000.
$60,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50-55 ലക്ഷം രൂപയാണ് ഒരു വർഷം അമേരിക്കയിലെ ഒരു കർഷകന് കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു കർഷകന് എത്ര കിട്ടുന്നു? വെറും 6,000 രൂപ. 6,000 രൂപയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കർഷകന് ഇന്ത്യയിൽ കിട്ടുന്നത്. അപ്പോൾ കർഷകന് സർക്കാരിൽ നിന്ന് വലിയ സഹായമില്ല. ഇന്ത്യയിൽ കാർഷിക കടങ്ങൾ പെരുകുന്നു, കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. അമേരിക്കയിൽ വലിയ സബ്സിഡി വാങ്ങി വിത്തും വെള്ളവും എല്ലാം സൗജന്യമായി കിട്ടി. അവിടുത്തെ കർഷകർ, അത് വളരെ കുറച്ച് ശതമാനമുള്ളൂ, വെറും 18-19 ലക്ഷം കർഷകരാണ് അമേരിക്കയിൽ ആകെയുള്ളത്. പക്ഷേ ഇന്ത്യയിലുള്ള കർഷകരുടെ എണ്ണം നോക്കിയാൽ ഏതാണ്ട് 18-19-20 കോടി വരും ഇന്ത്യയിലെ കർഷകരുടെ എണ്ണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയിലെ ഒരു 57-60% വരെ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ 140 കോടി ജനങ്ങളിൽ ഏതാണ്ട് 60% ആളുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 80-85 കോടി ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന് അർത്ഥം. അപ്പോൾ ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയുമാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അതായത് അമേരിക്കയിലെ 18-19 ലക്ഷം വരുന്ന കർഷകർ മുഴുവൻ സബ്സിഡി വാങ്ങി അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ ഒരു സബ്സിഡിയും ഇല്ലാതെ പട്ടിണി കിടന്ന് കർഷകൻ ഉണ്ടാക്കുന്ന വിളവിന് വില കിട്ടാതെ ഇനിയും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകും. എത്രയോ കാലമായി കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്ന് ഇവിടുത്തെ കർഷക സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ അത് അംഗീകരിച്ചോ? ഇല്ല. ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. 2013 മുതൽ 2022 വരെ മറാഠ ബെൽറ്റിൽ മാത്രം 26,000 കർഷകർ ആത്മഹത്യ ചെയ്തു. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 2,706 കർഷകർ ആത്മഹത്യ ചെയ്തു. ഇനി നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2014 മുതൽ 2024 വരെ ഇന്ത്യയിൽ 1.5 ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളുമാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ കുടിയേറ്റ തൊഴിലാളികൾ അങ്ങനെയുള്ളവർ 5 ലക്ഷം പേരാണ് ആത്മഹത്യ ചെയ്തത്. എത്രത്തോളം പ്രതിസന്ധിയാണ് ഈ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്നത് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർഷിക മേഖലയിലേക്കാണ് അമേരിക്കയിൽ നിന്ന് ഇതാ തീരുവയില്ലാതെ ഇനി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത്. എത്രത്തോളം ഭീകരമാണ് സാഹചര്യം നിങ്ങൾ ഓർത്തു നോക്കൂ. അതായത് സോയാബീൻ, കോട്ടൺ, പച്ചക്കറികൾ, പഴം, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇനി അമേരിക്കയിൽ നിന്ന് തീരുവയില്ലാതെ വരികയാണ്. അപ്പോൾ ഈ നാട്ടിലെ കർഷകർ എന്ത് ചെയ്യും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് മറുപടിയുണ്ടോ എന്നതാണ് കേന്ദ്ര സർക്കാരിനോട് നമുക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യവും അതുതന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ കർഷകർ എന്ത് ചെയ്യണം ഇനി? അപ്പോൾ ഏതാണ്ട് 80-85 കോടി വരുന്ന, ഇന്ന് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞത് 140 കോടി ജനങ്ങളുടെ പേരിലാണ്. ആ 140 കോടി ജനങ്ങളുടെ പേരിൽ ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഈ 85 കോടി വരുന്ന ഈ കർഷകരുടെ കാര്യത്തിൽ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ കോട്ടൺ കർഷകർക്ക് ഇനിയും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ? കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കോട്ടൻ്റെ തീരുവ 0 അതായത് തീരുവയില്ലാതെ കോട്ടൺ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. 40 ദിവസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ 6 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. 40 ദിവസത്തിനുള്ളിൽ 6 കർഷകർ. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എടുത്തൊരു തീരുമാനത്തിൻ്റെ പേരിൽ വിത്തിൻ 1 മാസമോ 40 ദിവസത്തിനുള്ളിൽ 6 കർഷകർ ആത്മഹത്യ ചെയ്തു. അതാണ് നമ്മുടെ കാർഷിക മേഖലയിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത്തവണത്തെ ബജറ്റിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, രാസവളത്തിൻ്റെ സബ്സിഡി 15,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. അതാണ് നമ്മുടെ കാർഷിക മേഖലയിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഒരു തീരുവയുമില്ലാതെ അമേരിക്കയിൽ നിന്ന് ഇനി കാർഷിക ഉൽപ്പന്നങ്ങളടക്കം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് എന്നത് എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ്. ഇനി ഒരു കാര്യം പറയാം, ഇത് പാർലമെന്റ് നടക്കുന്ന സമയമാണല്ലോ. സ്വാഭാവികമായും ഒരു കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്നാൽ പോലും ആ തീരുമാനങ്ങൾ പുറത്ത് പ്രഖ്യാപിക്കാൻ പാടില്ല. പാർലമെന്റ് നടക്കുകയാണെങ്കിൽ അത് പാർലമെന്റിനെ അറിയിക്കണം ആദ്യം എന്നതാണ് വ്യവസ്ഥ, എന്നതാണ് കീഴ്വഴക്കം എന്ന് പറയുന്നത്. ഇതൊരു അന്താരാഷ്ട്ര കരാറാണ്. ആ അന്താരാഷ്ട്ര കരാർ ഒപ്പുവെച്ചിട്ട് ആ കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരം ഇതുവരെ പാർലമെന്റുമായി പങ്കുവയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ പോലും ഇതെന്താണ് കരാർ, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദാംശം കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടോ? ഇന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തും എന്ന് രാവിലെ, അതായത് കേന്ദ്ര സർക്കാർ പ്രസ്താവന നടത്തും എന്ന് രാവിലെ കേന്ദ്രമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യസഭ ഇന്ന് വൈകിട്ട് വരെ മുടങ്ങിയിട്ടില്ല കേട്ടോ.
പക്ഷേ വൈകിട്ട് 5:15 ഓൺലൈൻ വഴിയാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒരു പ്രസ്താവന നടത്തുന്നത്. ഓൺലൈൻ വഴി, നേരിട്ടുമല്ല. കാരണം നേരിട്ട് വന്നാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഓൺലൈൻ വഴി ഒരു പ്രസ്താവന നടത്തുകയാണ്. ആ പ്രസ്താവനയിൽ പറഞ്ഞ എന്താണെന്നറിയോ? പാർലമെന്റിൽ പ്രസ്താവന നടത്തണം എന്ന് വിചാരിച്ചു, പക്ഷെ നടത്താൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് തടസ്സപ്പെടുത്തി. അതുകൊണ്ട് പാർലമെന്റിൽ പ്രസ്താവന നടത്താൻ പറ്റിയില്ല എന്നാണ്. രാജ്യസഭ നടക്കുന്നുണ്ട്. രാജ്യസഭയിൽ വന്ന് 5:15 പീയൂഷ് ഗോയലിന് പ്രസ്താവന നടത്താമായിരുന്നു, പക്ഷെ നടത്തിയില്ല. ഓൺലൈൻ വഴി നടത്തിയ ഈ ഒരു പ്രസ്താവനയിൽ ആകെ 1-2 വരി മാത്രമാണ് വാണിജ്യ കരാറിനെ കുറിച്ച്, ഈ വ്യാപാര കരാറിനെ കുറിച്ച് പറഞ്ഞത്. ബാക്കിയെല്ലാം രാഹുൽ ഗാന്ധി, ഇടതുപക്ഷ പാർട്ടികൾ, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ഈ പാർട്ടികളൊക്കെ പാർലമെന്റിനെ അട്ടിമറിക്കുന്നു, പാർലമെന്റിന്റെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് ഈ വ്യാപാര കരാർ എന്താണെന്ന് മാത്രം പറഞ്ഞില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഗുണം ചെയ്യുന്ന ഒരു കരാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ, മോദി പറഞ്ഞതുപോലെ ഒരു ഒഴുക്കൻ ഭാഷയിൽ ഈ ഒരു കാര്യം പറഞ്ഞു വെച്ച് മടങ്ങിപ്പോയി. നോക്ക്, എന്താണ് ഈ കരാർ? ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാർ ഒപ്പുവെച്ചല്ലോ. ആ കരാറിലും എന്തൊക്കെയാണ് ആ കരാറിലുള്ളതെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതും പാർലമെന്റിൽ ടേബിൾ ചെയ്തിട്ടില്ല. ഒരു അന്താരാഷ്ട്ര കരാർ, ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചിട്ട് ആ വ്യാപാര കരാറിന്റെ വിവരം പോലും ഇതുവരെയും പാർലമെന്റിൽ ടേബിൾ ചെയ്തിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ-US ഡീലായി എന്ന് പറയുന്നത്. അതും പാർലമെന്റിൽ ടേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യയെ ഡൊണാൾഡ് ട്രംപിന് വിറ്റോ, അമേരിക്കയ്ക്ക് വിറ്റോ? ഏതാണ്ട് ആ ഒരു സാഹചര്യത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ആ ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ വരുന്നത്? ഇന്ന് ഒരുപാട് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിൽ ചോദിക്കുന്നുണ്ട്, സറണ്ടർ മോദിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് മറുപടിയാണ് ഈ സർക്കാരിന് പറയാനുള്ളത്? ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങില്ല, ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല, ഇനി അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും വാങ്ങും. അപ്പോൾ എവിടെ നിന്ന് ഇന്ത്യ പെട്രോൾ വാങ്ങണം, എവിടെ നിന്ന് ഇന്ത്യ ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്ന് അമേരിക്ക തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഈ കരാർ ഇന്ത്യ അമേരിക്കയുമായി ഉണ്ടാക്കിയതല്ല. ഇത് അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കരാറാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ്. ഇതുണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ പൂർണ്ണമായി തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം കാർഷിക വിളകൾക്ക് വിലയില്ല, കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്, കടുത്ത പട്ടിണിയിലാണ്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കർഷകർ രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടത്തി വരികയാണ് അവരുടെ നീതിക്ക് വേണ്ടി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഹാരാഷ്ട്രയിൽ വലിയ പ്രക്ഷോഭം നടത്തിയതാണ് കർഷകർ. പക്ഷേ അങ്ങനെ വലിയ പ്രതിസന്ധി തുടരുമ്പോഴാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ, വില കിട്ടാതെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് ഈ കരാർ പ്രകാരം. അതുണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. ഏതായാലും തീക്കളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു. കരാർ സംശയകരമോ എന്നുള്ളതായിരുന്നു ചോദ്യം. 3 പേരും യെസ്. Meet the editors.